ഹായ് മക്കളെ, ഇന്ന് നമ്മൾ റിയൽ നമ്പേഴ്സിൻ്റെ സെക്കൻഡ് പാർട്ട്, അതായത് റിയൽ നമ്പേഴ്സിൽ ഫസ്റ്റ് പാർട്ട് ഏതാണ്, LCM ആൻഡ് HCF കാണാനാണ്. ഇന്ന് നമ്മൾ ക്ലാസ്സിൽ ചെയ്യാൻ പോകുന്നത് ഇറാഷണൽ നമ്പേഴ്സ് ആണോ നോക്കാനാണ്. ഓക്കെ, ഇറാഷണൽ നമ്പേഴ്സ് ആണോ നോക്കാനാണ് പോണത്, പ്രൂവ് ചെയ്യാൻ പറയും. അതിൽ ഫസ്റ്റ് വൺ √3, √5 അതൊക്കെ നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു സെഷനിൽ നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഹൗ ടു പ്രൂവ് റാഷണൽ നമ്പർ, വെദർ ദറ്റ് √3 ഈസ് റാഷണൽ നമ്പർ, അതൊക്കെ നമ്മൾ ഫസ്റ്റ് ഒരു ക്ലാസ്സിൽ നമ്മൾ പ്രൂവ് ചെയ്തതാണ്. ഇവിടെ ഞാൻ കുറച്ച് പ്രാക്ടീസ് പ്രോബ്ലംസ് ആണ് തരാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് 2√45 പ്ലസ് 3√20 ഡിവൈഡഡ് ബൈ 2√25. ഇങ്ങനെ ഒരു പ്രോബ്ലത്തിനെ സോൾവ് ചെയ്തിട്ട് ഫൈൻഡ് വെദർ ദിസ് നമ്പർ ഇസ് റാഷണൽ ഓർ ഇറാഷണൽ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്നൊന്നും മനസ്സിലായിട്ടില്ല എങ്കിൽ, ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാവില്ല, അതിന് സിംപ്ലസ്റ്റ് ഫോമിലേക്ക് മാറ്റാം. ഓക്കെ, ഇവിടെ √5 ഉണ്ട്, ഇതിനെല്ലാം തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. എന്താണ്? ഇതെല്ലാം 5ൻ്റെ മൾട്ടിപ്പിൾസ് ആണ് അല്ലേ. 45 നമുക്ക് 5നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടും, 20യും കിട്ടും. നമുക്ക് ആ ഒരു ഫോമിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യാം. ദാറ്റ് ഈസ് 2√9 × 5 പ്ലസ് 3√4 × 5. ഓക്കെ, ഡിവൈഡഡ് ബൈ 2√5 എന്ന് എഴുതാം. എഴുതിക്കൂടെ? എഴുതാം അല്ലേ. ഇനി നമ്മൾ നോക്കേണ്ടത് എന്താണ്? ഇതിൻ്റെ അകത്ത് 9ഉം ഉണ്ട്, 4ഉം ഉണ്ട്. വാട്ട് ഈസ് √9? It is 3. What is √4? It is 2. അപ്പം നമുക്ക് ഈ റൂട്ടിൻ്റെ അകത്ത് നിന്ന് ഇതിനെ പുറത്തേക്ക് എഴുതാം. അതായത് അതിന് റൂട്ടിൻ്റെ മാറ്റിയിട്ട് എഴുതാം. 2 × 3 × √5 പ്ലസ് 3 × 2 × √5 ബൈ 2√5 എന്ന ഫോമിൽ എഴുതാം. എഴുതിക്കൂടെ? അപ്പോൾ നമുക്ക് എന്തായി? 6√5 പ്ലസ് 6√5 ഡിവൈഡഡ് ബൈ 2√5 എന്ന് എഴുതാൻ പറ്റുമല്ലോ. ഇനി നമുക്ക് ഈ √5നെ പുറത്തേക്ക് എടുക്കുക. ഇറ്റ്സ് കോമൺ അല്ലേ. √5 ഇവിടെയും 6ഉം കോമൺ ആണ്, √5ഉം കോമൺ ആണ്. നമുക്ക് √5നെ പുറത്തേക്ക് എടുത്തിട്ടേ കാര്യമുള്ളൂ. കാരണം എന്താണ്? ഇവിടെ √5 വരുന്നുണ്ട്, നമുക്കതിനെ ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് √5നെ പുറത്തേക്ക് കോമൺ ആക്കി എടുത്തു. ഇൻറ്റു 6 + 6 ബൈ 2√5 ആണോ? ഇനി ഈ √5ഉം ഈ √5ഉം പോവാം, കട്ട് ചെയ്ത് കളയും. അപ്പം നമുക്ക് എന്ത് കിട്ടി? 12/2 എന്ന് കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു 6 എന്ന് ആൻസർ കിട്ടി. ഈസിയാണോ? ഇത് ഫസ്റ്റ് കാണുന്ന സമയത്ത് എങ്ങനെ എത്ര ഈസി ആയിട്ട് ചെയ്തത് തോന്നും. പക്ഷെ 1-2 പ്രാവശ്യം നമ്മൾ ഇതേ പ്രോബ്ലം ചെയ്യണം. അപ്പം നമുക്കതിൻ്റെ ടെക്നിക്ക് മനസ്സിലാവും. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണെന്നറിയോ? 15 പ്ലസ് 17√3. Prove this is a rational number. Prove this is an irrational number. അല്ലെങ്കിൽ prove that this number is a rational number. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഈ ഒരു നമ്പർ ഇറാഷണൽ നമ്പർ ആണോ എന്ന് പറയാനൊരു ക്വസ്റ്റ്യൻ. എങ്ങനെയാണ് ഇത് ചെയ്യാം? നമുക്കറിയാം 15 പ്ലസ് 17√3 ഇസ്, നമുക്ക് ഫസ്റ്റ് എന്താ ചെയ്യുക? ആദ്യം നമ്മൾ √3 ചെയ്തതുപോലെ തന്നെ ഇസ് റാഷണൽ നമ്പർ എന്ന് എഴുതാം. ഓക്കെ, ദാറ്റ് ഇസ് എ കോൺട്രാഡിക്ടറി ഫാക്ടറാണ്. കോൺട്രാഡിക്ടറി ആയിട്ട് നമുക്ക് ഇതിനെ എഴുതാം. ഓക്കെ, ഇങ്ങനെ ഇത് റാഷണൽ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? 15 പ്ലസ് 17√3 is in the form of p/q, where p and q does not have any common factor. Okay, does not have any common factor. p and q ഒരു കോമൺ ഫാക്ടറും വരുന്നില്ല. ഓക്കെ, കോമൺ ഫാക്ടർ വരുന്നില്ല കാരണം p/q ഫോമിലാണ്. ക്യൂവിലും പിയിലും ഒരു കോമൺ ഫാക്ടറും വരുന്നില്ല. ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്, അതുകൊണ്ടാണ് ഇത്ര സ്പീഡിൽ പോണത്.
ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ +15 ഉണ്ട്, നമുക്കിതിന് ഈ സൈഡിലേക്ക് ആക്കാം. അപ്പോൾ എന്താവും, ഈ 15 നമുക്കിവിടെ -15 ആക്കാൻ പറ്റും. 17√3 = P/Q -15 വന്നു. കണ്ടോ? ഇനി നമുക്ക് എന്താ ചെയ്യാനുള്ളത്, ഇനി നമുക്ക് പ്രത്യേകിച്ചിട്ട് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനോ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യാനോ ഒന്നും കാണുന്നില്ല. നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ LCM കാണാം, P/Q. അപ്പം ഇതിൻ്റെ അകത്ത് എന്താണ്, Q ആണ് കോമൺ ആയിട്ട് വരുന്നത്. ക്യൂവിന് നമ്മൾ LCM ആയിട്ട് എടുത്തു. അപ്പോൾ എന്താ ഇവിടെ 15 എന്ന് പറഞ്ഞാൽ 15/1 എന്നാണ് അല്ലേ അർത്ഥം. അപ്പോൾ ക്യൂവിൽ ക്യൂ എത്ര ടൈംസ് ആണ് നമ്മൾ ഡിവൈസ് ചെയ്തിട്ട് പോവാം, 1 ആണ്. 1 × P = P മൈനസ് Q. ക്യൂവിൽ എത്ര പ്രാവശ്യം, Q is ആക്ച്വലി Q ഇവിടെ 1 ആണ്. 1ൽ Q പ്രാവശ്യം. അപ്പോൾ Q മൈനസ് ഇൻറ്റു 15 -15 Q വന്നു. ഓക്കെ, ദാറ്റ് ഇസ് ഇക്വൽ ടു 17√3 = P -15 Q/Q. LCM കണ്ടിട്ട് നമ്മൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തതാണ്. അപ്പം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് പോർഷൻ വരുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ 17നെ നമുക്ക് ഇങ്ങോട്ടേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് √3നെ നമുക്ക് തനിച്ച് വേണം, എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിന് നമുക്ക് √3 എന്ന് പറയുന്നത് നമുക്കറിയാം എങ്ങനെയാണ് വരുന്നത്, പ്രൂവ് ചെയ്യാൻ നമുക്കറിയാം. √3 ഇസ് ആക്ച്വലി ഇറാഷണൽ നമുക്ക് പ്രൂവ് ചെയ്യാനറിയാം. അതുകൊണ്ടാണ് ഇവിടെ √3നെ നമുക്ക് തനിച്ചാക്കുന്ന രീതിയിൽ നമ്മൾ ഈ പ്രോബ്ലം ചെയ്ത് തുടങ്ങിയത്. √3 = P/15Q ഡിവൈഡഡ് ബൈ ഈ 17 ഇങ്ങോട്ട് വന്നാൽ 17Q വന്നു. ഓക്കെ, നമ്മൾ ഇനി എന്താണ് അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടത്, √3 ഈസ് റാഷണൽ എന്ന് കണ്ടുപിടിക്കണം. അത് നമ്മൾ ആദ്യം ചെയ്തതാണ്. അതിനുശേഷം നമ്മൾ പറയണം ദിസ് ഇസ് റാഷണൽ. ഇതെങ്ങനെയാണ് റാഷണൽ ആണെന്ന് പറയുക, ഇത് ഇറാഷണൽ ആണ്, നമ്മളത് ചെയ്തതാണ്. അത് അതേ സ്റ്റെപ്പ്, ഫുൾ സ്റ്റെപ്പ് നിങ്ങൾ ഇവിടെയും ചെയ്യണം കേട്ടോ. √3 ഇസ് ഇറാഷണൽ എന്ന് പ്രൂവ് ചെയ്യുന്ന ഫുൾ സ്റ്റെപ്പ് നമ്മളിവിടെ നീ ചെയ്യണം. അതിനുശേഷം നമുക്ക് പറയാം റാഷണൽ ഇസ് നോട്ട് ഈക്വൽ ടു റാഷണൽ. ഇതെങ്ങനെയാണ് റാഷണൽ ആയത്, എനി നമ്പർ, ഈ പിയും ക്യൂവും നമ്മൾ ഓൾറെഡി പറഞ്ഞു വിച്ച് ഇസ് റാഷണൽ നമ്പർ ആണെന്ന് പറഞ്ഞു അല്ലേ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് P and Q ഡസ് നോട്ട് ഹാവ് എനി കോമൺ ഫാക്ടർ. ഇതൊരു റാഷണൽ ആണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങിയത്. any number which is multiplying, റാഷണൽ നമ്പറിനോട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഇസ് ഓൾവേസ് റാഷണൽ. റാഷണൽ നമ്പറിനോട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അപ്പോഴും നമുക്ക് റാഷണൽ നമ്പറാണ് കിട്ടുക. റാഷണൽ നമ്പറിനോട് പ്ലസ് ചെയ്താൽ അപ്പോഴും നമുക്ക് റാഷണൽ നമ്പറാണ് കിട്ടുക. റാഷണൽ നമ്പറുമായിട്ട് മൈനസ് ചെയ്താലും നമുക്ക് റാഷണൽ നമ്പറാണ് കിട്ടുക. ഇവിടെ പിയും ക്യൂവും റാഷണൽ നമ്പറാണ്. പിയും ക്യൂവും മൈനസ് ചെയ്താൽ കിട്ടുന്ന ആൻസർ ഇസ് റാഷണൽ. ഇനി പിയും ക്യൂവും ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതും റാഷണലാണ്. അപ്പം ഈ ഒരു സംഭവം ഫുൾ എന്താണ്, ഈ ഒരു സൈഡ് ഫുൾ എന്താണ്, ദാറ്റ് ഇസ് റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദിസ് ഇക്വേഷൻ ഇസ് റാഷണൽ ആൻഡ് ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ഇക്വേഷൻ ഇസ് ഇറാഷണൽ. സോ ദിസ് ലെഫ്റ്റ് സൈഡ് ആൻഡ് റൈറ്റ് സൈഡ് ഇസ് നോട്ട് ഈക്വൽ അല്ലേ. ഈ റാഷണലും ഇറാഷണലും ഒരിക്കലും ഈക്വൽ ആവില്ല. സോ അവർ കോൺട്രാഡിക്ഷൻ, അവർ അസംഷൻ ഈസ് റോങ്. നമ്മളുടെ അസംഷൻ എന്താണ്, wrong ആണ്. assumption is wrong and this number 15 plus 17√3 is considered as irrational. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം വേണ്ടത് കേട്ടോ. ഈ പ്രോബ്ലത്തിൻ്റെ നടുവിൽ ഞാനിവിടെ ഈ √3 ഇറാഷണൽ ആണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. കാരണം ഓൾറെഡി ഞാൻ ഒരു വീഡിയോയിൽ √3 എങ്ങനെയാണ് ഇറാഷണൽ ആവുന്നത് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. യു ഹാവ് ടു റൈറ്റ് ദ ഹോൾ തിങ്. ചില സമയത്ത് നിങ്ങൾക്ക് തരും √3 ഈസ് റാഷണൽ. ആ സമയത്ത് ഭയങ്കര എളുപ്പമായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഓൾറെഡി ഗിവൺ ആണല്ലോ, √3 ഈസ് റാഷണൽ ഗിവൺ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ചുരുക്കാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്തൊരു പ്രോബ്ലം.